അങ്ങനെ നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്ന ലോക പാഴുകളുടെ ആസ്ഥാനത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത് ഇറ്റ് ബിക്കെയിം സെൻറ്റർ ഓഫ് വേൾഡ് വേസ്. കാര്യം നമ്മുടെ മലയാള സിനിമയിൽ അഭിനയ രംഗത്ത് കഴിവുള്ള ഒരെണ്ണം പോലുമില്ല, സംവിധാന രംഗത്ത് കഴിവുള്ള ഒരെണ്ണം പോലുമില്ല, ഗായക രംഗത്ത് കഴിവുള്ള ഒരെണ്ണം പോലുമില്ല. എല്ലാം വേസ്റ്റുകളുടെ ഒരു കൂമ്പാരമാണ്. കുറേ അടിമകളുടെ, മാനസിക അടിമകളുടെ ഒരു അക്യുമുലേഷനായിട്ട് നമ്മുടെ മലയാള സിനിമ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ മലയാള സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ശുഷ്കമായ ഒരു മാർക്കറ്റാണ്. 550 കിലോമീറ്റർ മാത്രമുള്ള ഒരു ശുഷ്കമായ ഒരു സ്പേസ് ഓഫ് മാർക്കറ്റ് മാത്രമേ നമ്മുടെ മലയാള സിനിമയ്ക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഈ മലയാള സിനിമ എന്ന് പറയുന്നത് ഇവിടെ ഇത്രയും തകരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ പ്രതിഭയുള്ള ആരുമില്ല, കഴിവുള്ള ഒരെണ്ണം പോലുമില്ല. അപ്പം നമ്മുടെ ഈ മലയാള സിനിമയുടെ ഏറ്റവും വലിയ അധപ്പതനത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ മമ്മൂട്ടിയും മോഹൻലാലിനെയും പോലുള്ള രണ്ട് കഴിവുകെട്ട നടന്മാരാണ്. കാരണം പ്രതിഭയില്ലാത്ത, അഭിനയിക്കാൻ കഴിവില്ലാത്ത രണ്ട് നടന്മാരാണ് മലയാള സിനിമയുടെ തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഇൻഎഫിഷ്യൻ്റ് ആക്ടേഴ്സിൻ്റെ ഒരു പ്രസൻസ് തന്നെയാണ്, ബാഡ് ആക്ടിങ് തന്നെയാണ്. അവർക്ക് കുറച്ച് മെൻ്റൽ സ്ലേവറി എൻ്റർടൈൻ ചെയ്യുന്ന കുറേ ഫാൻസുണ്ട്, മാനസിക അടിമത്തം താലോലിക്കുന്ന കുറേ ആരാധകരുണ്ട്. പിന്നെ കുറേ നാമപരതയുടെ അടിമത്തം വെച്ച് പുലർത്തിക്കൊണ്ട് കിടക്കുന്ന, ഈ നോമിനാലിറ്റിയുടെയും ടൈറ്റുലാരിറ്റിയുടെയൊക്കെ അടിമത്തം വെച്ച് പുലർത്തിക്കൊണ്ട് കിടക്കുന്ന കുറേ എണ്ണമുണ്ട്, മുൻവിധി കൊണ്ട് കിടക്കുന്ന കുറേ എണ്ണമുണ്ട്. അവരൊക്കെയാണ് നമ്മുടെ മലയാള സിനിമയുടെ ശാപങ്ങളിൽ പെട്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ മലയാള സിനിമ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രതിഭയുള്ള ആൾക്കാർ ഉയർന്നു വരണം. അല്ലാതെ കുറേ കഴിവുകെട്ട നടന്മാരെ താങ്ങി പിടിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ മമ്മൂട്ടിയുടെ അഭിനയം നോക്കി കഴിഞ്ഞാൽ മമ്മൂട്ടി സിനിമ മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു സിനിമ പോലുമില്ല. ആ ഒരു വടക്കൻ വീരഗാഥ, വടക്ക് നോക്കി യന്ത്രം, വടക്ക് നോക്കി യന്ത്രത്തിൽ അഭിനയിക്കാനുള്ള ഗ്ലാമറേ മമ്മൂട്ടിക്കുള്ളു. പക്ഷേ ആ വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമ നമ്മൾ നോക്കിയാൽ അതിനകത്തൊരു അവസാനത്തെ 10 മിനിറ്റ് നോക്കിയാൽ മമ്മൂട്ടി എന്ത് അഭിനയമാണ് അതിനകത്ത് കാഴ്ചവെക്കുന്നത്? പ്രത്യേകിച്ച് യാതൊരു അഭിനയമില്ല. അത് ആ സ്ക്രിപ്റ്റിൻ്റെ ബേസിലാണ്. അതുപോലെ മോഹൻലാൽ ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ആ ബോയിങ് എന്ന് പറയുന്നത് സിനിമയ്ക്കകത്ത് നോക്കണം, എത്ര ബോറായിട്ടാണ് മോഹൻലാൽ അഭിനയിക്കുന്നത്. മുകേഷിൻ്റെ കൂടെ അഭിനയം അയാൾ കുളവാക്കും. അതപ്പോൾ മുകേഷിൻ്റെ അഭിനയം എത്ര മികച്ച രീതിയിൽ അയാൾ അഭിനയം ചെയ്യുന്നത്. നമ്മൾ ആ VVS ലക്ഷ്മണൻ്റെ ഓസ്ട്രേലിയക്കെതിരെ നേടിയിട്ടുള്ള ഒരു ഫ്ലോലെസ് ഇന്നിങ്സിൻ്റെ കാര്യം പറയുന്നതുകൊണ്ടാണ്, ഒരു എറർലെസ് ഇന്നിങ്സിൻ്റെ കാര്യം പറയുന്നതുകൊണ്ടാണ് മുകേഷിൻ്റെ ആ ബോയിങ്ങിലെ ആ കഥാപാത്രം, അനിൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മുകേഷിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ പിന്നീടുള്ള സിനിമകളിൽ മുകേഷ് അത് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. ആ സിനിമയിലൊക്കെ മോഹൻലാലിൻ്റെയൊക്കെ അഭിനയം കാണാൻ എത്ര ബോറായിട്ടാണ് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ ആ ദേവാസുരം എന്ന് പറയുന്ന സിനിമയിൽ നെടുപിടുവിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ മോഹൻലാൽ എത്ര ബോറായിട്ടാണ് അഭിനയിക്കുന്നത്. നിങ്ങൾ നാമവർത്തയുടെ അടിമത്തം മാറ്റി വെച്ച് ചിന്തിക്ക്, നോമിനാലിറ്റിയുടെയും ടൈറ്റുലാരിറ്റിയുടെയും അടിമത്തം മാറ്റി വെച്ച് നിങ്ങൾ ചിന്തിക്ക്. ഇവരെയൊക്കെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്, ഇവരെയൊക്കെയാണ് നമ്മൾ താലോചിച്ചുകൊണ്ട് നടക്കേണ്ടത്, താങ്ങി പിടിക്കേണ്ടത്. എന്തായാലും ഇത് മോഹൻലാൽ തമിഴിൽ പോയി, അവിടുന്ന് അവരെ ഓടിച്ചു വിട്ട്. മമ്മൂട്ടിയും പോയി, അവരപ്പോഴേ പറഞ്ഞു വിട്ടു, അയ്യോ ഈ രണ്ട് മന്ദബുദ്ധികളെ, ഈ രണ്ട് മണ്ടന്മാരായിട്ടുള്ള ഇവരെ പിന്നെ അവർക്ക് വേണ്ട. ഹിന്ദി പോയി, അവിടെ നിന്നും പറഞ്ഞു വിട്ട്. പിന്നെ ഇംഗ്ലീഷിലോട്ട് പിന്നെ എടുത്തിട്ടേ ഇല്ല. ഹോളിവുഡ് സിനിമയിൽ ഈ രണ്ട് മലയാളത്തിൻ്റെ ഉജ്ജ്വലമായിട്ട് അഭിനയിക്കുന്ന ഈ രണ്ട് മണ്ടൻ പ്രതിഭാസങ്ങളെ അവരെ എടുത്തിട്ടേ ഇല്ല. അപ്പം കാരണം ഒന്നാമത്തെ കാര്യം, രണ്ടിനും ഗ്ലാമറില്ല. വിദേശ രാജ്യങ്ങളിൽ പോയി ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റുകളും പിന്നെ ഈ മെലാനിൻ പിഗ്മെൻ്റ്, ഹെവി മേക്കപ്പൊക്കെ നടത്തുന്ന പിന്നെ അതുപോലെ പ്രഭ കൂട്ടാൻ ബൾബുകളുടെ ഉപയോഗവും മൾട്ടിമീഡിയ ഗ്രാഫിക്സ് ടെക്നിക്കുകളും ഹെവി മേക്കപ്പും ഒക്കെ ചെയ്യുന്ന മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറയുന്ന ഈ ഉഷ്ണമേഖലയിലെ കരിമ്പൂതങ്ങളെ
സോറി, ക്ഷമിക്കണം. സോറി ഫോർ ദ സോളിസിസം മേഡ് ബൈ മീ. സോറി ഫോർ ദ ടങ് സ്ലിപ്പ്. നമ്മളവരെ വേദനിപ്പിക്കാൻ പാടില്ലല്ലോ. സോറി. പക്ഷെ ഞാൻ പറഞ്ഞത് ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അതെങ്കിലും നമ്മൾ വേറെ ആളുടെ സെൻറ്റിമെൻറ്റ്സിന് ഐ ഡോണ്ട് വാണ്ട് ടു ഹർട്ട് ദർ സെൻറ്റിമെൻറ്റ്സ്. അപ്പോൾ അവരുടെ ആ ഒരു വികാരങ്ങളെ നമ്മൾ മുറിപ്പെടുത്താൻ പാടില്ല. എന്നിരുന്നാൽ തന്നെയും ഉഷ്ണമേഖലയിലെ ഈ pretty thick skinned അല്ലാത്ത ഈ നടന്മാരെ, അല്ല സോറി, ആ നടന്മാരെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അതൊക്കെ. നമുക്ക് അതിനെ കുറ്റം ബ്ലെയിം ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഈ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ മമ്മൂട്ടിയുടെ ഏത് സിനിമയാണ് വിജയിച്ചിട്ടുള്ളത്? ഈ ഇമേജിൻ്റെ പുറത്ത് കടിച്ചു തൂങ്ങി കിടക്കുന്നതല്ലാതെ. ഒരു പഴശ്ശിരാജ എന്ന് പറഞ്ഞൊരു സിനിമ അറിയാം, സത്യത്തിൽ അത് തന്നെ ഫ്ലോപ്പാണ്. പിന്നെ ആ പാടെ ഇറങ്ങി വിജയിച്ച ഒരു രാജമാണിക്യം പോലെ 2-3 സിനിമകളൊക്കെ നടന്നു പോകുന്നത്. വളരെ കുറച്ച് സിനിമകളേ ഉള്ളൂ. മോഹൻലാലിനും അത്രയൊക്കെ ഉള്ളൂ. ദിലീപിൻ്റെ കുറേ സിനിമകളാണ് പിന്നെ വിജയിച്ചിട്ടുള്ളത്. ദിലീപിൻ്റെ ഒരു സൂപ്രമസി ആയിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ പൃഥ്വിരാജ് ഒക്കെ കയറി വന്നു. പിന്നെ ഈ ചാനലുകളാണ് മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ കുറേയൊക്കെ വളർത്തിയത്. അല്ലാതെ മമ്മൂട്ടി മോഹൻലാൽ ഏത് സിനിമയിൽ മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി എല്ലാ സിനിമയിലും ഓമനത്വമില്ലാത്ത മുഖവും മധ്യവയസ്കൻ്റെ ലക്ഷണം, ഓമനത്വമില്ലാത്ത മുഖം മധ്യവയസ്കൻ്റെ ലക്ഷണം, ഓമനത്വമില്ലാത്ത മുഖം മധ്യവയസ്കൻ്റെ ലക്ഷണം. മോഹൻലാൽ ഇയാൾക്ക് കുറച്ച് റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ബോഡി ഉണ്ട്. അതിനായി പറയുന്നത് പിന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്ന്. അയാൾക്ക് എല്ലാ സിനിമയിലും ഒരേ ചലനങ്ങളും ഒരേ രീതിയും കാര്യങ്ങളൊക്കെയാണ് മോഹൻലാലിന്. അപ്പോൾ കഴിവുകെട്ട ഇൻഎഫിഷ്യൻ്റായിട്ടുള്ള ആക്ടേഴ്സാണ് നമുക്കുള്ളത്. നമ്മുടെ സംവിധായ രംഗത്ത് കഴിവുള്ള പ്രതിഭയുള്ള ഒരു സംവിധായം പോലും നമുക്ക് മലയാളത്തിൽ ഇല്ല. അഭിനയ രംഗത്തും ഒരു പ്രതിഭയുള്ള നടൻ പോലും മലയാളത്തിലില്ല. ഗായകരംഗത്ത് നമുക്ക് ആരുണ്ട്? ഒരു ഗായകനുണ്ടോ നമുക്ക് മലയാളത്തിലൊരു പ്രതിഭയുള്ള ഒരു ഗായകനുണ്ടോ? നിങ്ങൾ നാമവർദ്ധയുടെയും തലക്കെട്ട് വർദ്ധയുടെയും അടിമത്തം മാറ്റി വെച്ച് നിങ്ങൾ ചിന്തിക്കൂ. പ്ലീസ് ഡോണ്ട് എൻ്റർടൈൻ മനസ്സിലാവരി. ടൈറ്റുലാരിറ്റിയുടെയും നോമിനാലിറ്റിയുടെയൊക്കെ ആ ഒരു അടിമത്തം മാറ്റി വെച്ച് നിങ്ങൾ ചിന്തിക്കുക, അല്ലെങ്കിൽ മുൻവിധി മാറ്റി വെച്ച് നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ ഗായകരംഗത്ത് ആരുണ്ട് ഒരു പ്രതിഭയെന്ന് പറയാൻ? യേശുദാസ് ഉണ്ടോ? യേശുദാസ് ആരാ? ഒരു മെലിഫറ സിംഗർ. നത്തിങ് ഈസ് മോർ ദാൻ ദാറ്റ്. ഒരു സ്വരമാധുര്യത്തോടുകൂടി പാടുന്ന ഒരു ഗായകൻ അല്ല. അയാളൊരു ഫീൽസ് ഗീവൻ സിംഗർ അല്ല, ഒരു ഭാവഗായകനല്ല. ഒരു മെലിഫറ സിംഗറാണ് അയാൾ, അല്ലെങ്കിൽ ഒരു മെലിഫ്ലോസ് സിംഗറാണ്. വി ഗെറ്റ് മെലിഫറസിനെ സൊള്ളി, അല്ലെങ്കിൽ വി ഗെറ്റ് മെലിഫ്ലോസിനെ സൊള്ളി. നമുക്ക് കിട്ടുന്ന മാധുര്യം മാത്രമാണ്. നമുക്കതല്ല വേണ്ടത്. ലയിച്ച് പാടാൻ കഴിയണം, ലയമുണ്ടായിരിക്കണം, ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരിക്കണം. അല്ലാതെ സ്വരമാധുര്യമല്ല വേണ്ടത്. ഹണി ഡ്രിപ്പിംഗ് ലെവൽ ഓഫ് സിംഗിങ് അല്ല നമുക്ക് വേണ്ടത്. ഫ്ലോറിഡ് സിംഗിങ് അല്ല വേണ്ടത്. ഫ്ലവറി സിംഗിങ് അല്ല വേണ്ടത്. നിങ്ങൾ ചിന്തിക്കൂ. അല്ലാതെ അയാൾ കുറേ ഡൾസിഫൈ ചെയ്ത് അല്ല വേണ്ടത്, മധുരീകരിക്കുകയല്ല വേണ്ടത്. ഇൻവോൾവ്മെൻറ്റ് വേണം. എനിക്ക് പറയുന്നത് ജയചന്ദ്രൻ പിന്നെ എത്രയോ ഭേദമാണ്. എല്ലാം കണക്ക് തന്നെ, എങ്കിലും കുറേ കൂടെ ജയചന്ദ്രൻ കുറച്ചുകൂടെ ഒരു ഫീൽ ഗിവിങ് സിംഗറാണ്. അതുപോലെ തന്നെ ഈ എം ജി ശ്രീകുമാർ എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷൻ സിംഗറാണ്. കലാഭവൻ മണി എന്ന് പറയുന്നത് ഒരു ഫോക്ക് സിംഗറാണ്. എല്ലാവരും അവരവരുടെ രീതിയിൽ കുറേയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അല്ലാതെ ഈ പറയുന്ന പോലെ ആരുണ്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട്, ഇത്രയും ഒരു ഫ്ലോലെസ് ആയിട്ട് ആരുണ്ട്? ഇത്രയും കുറ്റമറ്റ പിഴ ഇല്ലാത്ത ഇതൊക്കെ ആരുണ്ട്? അപ്പോൾ മലയാള സിനിമയിൽ പ്രതിഭ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോലും ഇല്ല. അഭിനയ രംഗത്തില്ല, ഗായക രംഗത്തില്ല, സംവിധാന രംഗത്തില്ല, ഒരു രംഗത്തും പ്രതിഭയുള്ള ഒരെണ്ണം പോലും ഇല്ല. പിന്നെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്ത്, ഇനി ഞാൻ നിന്നെ പുകഴ്ത്തിയില്ല, ഇനി നീ എന്നെ പുകഴ്ത്ത് എന്നും പറഞ്ഞുകൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ ആരെങ്കിലും വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതിൻ്റെ ഒരു പറഞ്ഞു പോവുകയാണ്. കാര്യം മലയാള സിനിമയിൽ എന്ന് പറയുന്നത് ഒരു ബാരൻ ഏഴ്സിന് ഇപ്പോൾ വരാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഓൾറെഡി ഉണ്ട്. കാരണം ഈ മലയാള സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശുഷ്കമായ കേന്ദ്രമാണ്. പ്രതിഭകളില്ല. നമുക്കിപ്പോൾ ഓസ്കാർ അവാർഡ് കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ഒരാൾക്കാണ്ട് കഷ്ടിച്ചെങ്ങാണ്ട് അരിഷ്ടിച്ചൊരു ഓസ്കാർ അവാർഡ് കിട്ടി, 1-2 ഓസ്കാർ അവാർഡ് കിട്ടി. അത് ഏതോ ഒരു ലക്കിനില്ല, ചക്ക വീണ് മുയൽ എത്തുന്ന പറഞ്ഞ പോലെ കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ മലയാള സിനിമാ രംഗം എന്ന് പറയുന്നത് അധപ്പതിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ രീതിയിലും. നമുക്ക് പിന്നെ നല്ല ഗായകരില്ല, സംവിധായകരില്ല, നടന്മാരില്ല, അഭിനയിക്കാൻ കഴിവുള്ള നടന്മാരില്ല. ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ സത്യത്തിൽ ഈ മലയാള സിനിമ അധപ്പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ഒരു പൃഥ്വിരാജിനെ മാറ്റി നിർത്തി ആരുണ്ട് മലയാളത്തിൽ അല്പമെങ്കിലും കഴിവുള്ളത്? പ്രതിഭയുള്ള ആരുണ്ട്? ഒരു ഫിലിം പേഴ്സണാലിറ്റി എന്ന രീതിയിൽ പൃഥ്വിരാജല്ല ആരുണ്ട്? ദിലീപിന് പ്രതിഭയുണ്ടോ? ഇല്ല. മോഹൻലാലിനുണ്ടോ? ഇല്ല. മമ്മൂട്ടിക്കുണ്ടോ? ഇല്ല. യേശുദാസിനുണ്ടോ? ഇല്ല. ജയചന്ദ്രനുണ്ടോ? കുറച്ചൊക്കെ ഉണ്ടെന്ന് പറയാം, അത്രേ ഉള്ളൂ. കാര്യമായിട്ടൊന്നും അതുമില്ല. അപ്പം ഈ മലയാള സിനിമാ രംഗത്തെന്ന് പറയുന്നത് ഇനി മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസിക അടിമത്തം മാറ്റണം. ഈ പൊളിപ്പടമൊക്കെ ഇറക്കിക്കൊണ്ട് വരുമ്പോൾ അതിനെ അവഗണിക്കണം. ഇവരുടെയൊക്കെ സൂപ്രമസി ഓൾമോസ്റ്റ് ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.